സന്ധ്യയ്ക്കാണെങ്കിലും ഒരു പകലൊക്കെ ആണെങ്കിലേ ജനൽ വാതിലുകളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വണ്ടി കുത്തിയിടാനായിട്ടേ ഈ ജനലൊന്ന് ചെറുതായിട്ടൊന്ന് തുറന്നിട്ടായിരുന്നു. അപ്പോൾ അതുവഴി പാമ്പ് കയറി പെരയുടെ അകത്ത് കയറി കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന ഇതിലെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു, ജനലും തുറന്നാ കിടന്നത്. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് വണ്ടി ഒന്ന് കുത്തിയിടാനായിട്ട് ആ വയറേറ്റാനായിട്ട് ജനൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി കയറിയതാണെന്നാണ് തോന്നണത് കേട്ടോ. അപ്പോൾ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു കാർ പോർച്ചിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെറുപ്പ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ഇടയിലൊക്കെ കയറി ഇരുന്നിട്ട് ചിലപ്പോൾ ആ വഴി കയറിയതായിരിക്കാനും അതും വഴിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ടൈൽസൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാമ്പ് വരത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വരലായിരുന്നു വന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു വാഷ് ബേസിൻ്റെ ആ സൈഡിലേക്ക് കയറാനുള്ള പരിപാടിയിലായിരുന്നു. ഒച്ചയെടുക്കലടി കുഞ്ഞു, ഇതിപ്പോൾ അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വന്നെന്നറിയില്ലല്ലോ. ആ വാതിലടിച്ച് പൊന്നോ. കുഞ്ഞു കിടക്കണ റൂമിൻ്റെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ചു ശരിക്കും പറഞ്ഞാൽ പേടിച്ചു. ആ സൈഡിലേ ഇവിടെ ആ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അടുക്കളയിലേക്ക് തിരിയണു. പിന്നെ എന്തോ ഒരു ധൈര്യത്തിൽ പെട്ടെന്ന് അടുക്കളയുടെ വാതിൽ പെട്ടെന്ന് അങ്ങോട്ട് ചാരി. എന്നാലും പറയാൻ പറ്റില്ല, അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി. പിന്നെ എങ്ങോട്ടാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പാമ്പ് വീടിൻ്റെ അകത്ത് പാമ്പ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എങ്ങോട്ടാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം കണ്ടില്ലായിരുന്നെങ്കിൽ ബെഡിൻ്റെ അടിയിലും അതുപോലെ തലങ്ങണിയുടെ അടിയിലും അതുപോലെ നമ്മുടെ ഈ ഒരു അലമാരിയുടെ ഒക്കെ അടിയിലൊക്കെ തുണി എടുക്കണതിൻ്റെയൊക്കെ ഇടയിലാണ് വന്നിരിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും അറിയാൻ പോകണില്ല. ഭയങ്കര വലിയൊരു അപകടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. ജനൽ വാതിലൊന്നും ഒരിക്കലും തുറന്നിടാതിരിക്കുക. പിന്നെ ഈ വാഷ് ബേസിൻ്റെ ഈ സൈഡിലേക്കുള്ള അതിൻ്റെ ഇടയിൽ കയറാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അതുപോലെ കറുവപ്പട്ട നമ്മൾ ഈ ഒരു മണ്ണെണ്ണയിലൊക്കെ ഇട്ടിട്ട് ചതച്ച് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പാമ്പ് അധികം പെട്ടെന്നൊന്നും വരത്തില്ല. കാരണം ആ ഒരു മണമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ടൈമിലൊന്നും ഇങ്ങനെ പാമ്പ് ഇവിടെ വന്നിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഈ മണ്ണെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയൊക്കെ ആയ ടൈം മണ്ണെണ്ണ കിട്ടാനില്ല. വിലയായിട്ട് പറഞ്ഞിട്ട് കാര്യം മണ്ണെണ്ണ കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മണ്ണെണ്ണയിൽ നിങ്ങൾ കറുവപ്പട്ട പിടിച്ചിട്ടിട്ടൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ രീതിയിൽ ജനലിൻ്റെ ഒക്കെ താഴെയൊക്കെ തളിച്ചു കൊടുക്കുവാണെങ്കിൽ പാമ്പ് പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ഈ വീടിൻ്റെ സൈഡിൽ നിറയെ പാമ്പാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ടൈമിലൊന്നും പാമ്പ് വന്നിട്ടുണ്ട്. ഈ പരിസരത്തൊക്കെ അങ്ങനെ പാമ്പ് കാണാറുണ്ടായില്ല. കാരണം അപ്പുറമൊക്കെ അന്നേരം കപ്പത്തോട്ടമൊക്കെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാട്ടോ. പിന്നെ സന്ധ്യ ടൈമിലൊക്കെ ആണെങ്കിലൊക്കെ ഈ ജനലിൻ്റെ ഒക്കെ ഒരു ഇതിൻ്റെയൊക്കെ താഴ്ഭാഗങ്ങളിൽ ജനലിലെ വഴി കയറാതൊക്കെ ഇരിക്കാനായിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിലൊക്കെ ഒരിക്കലേ. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തത് വേറെ ഒന്നല്ല. ഇവിടെ നമ്മൾ മിക്ക ആളുകളും ജനൽ തുറന്നിടും. നമ്മൾ പാമ്പൊന്നും വരത്തില്ലെന്നുള്ള രീതിയിലൊക്കെ ജനൽ തുറന്നിടുന്ന ആളുകളുണ്ട്. രാത്രി കാറ്റ് കയറാനൊക്കെ ആയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ ജനൽ വഴി കയറിയിട്ട് തലങ്ങണിയുടെ അടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എല്ലാവരും കാണിക്കാനുമാണ്. പിന്നെ വീട്ടിലുള്ള ഒരാളെ ബോധ്യപ്പെടുത്താനും കൂടിയാണ്. കാരണം ഈ ജനൽ തുറന്നിട്ടിട്ട് രാത്രി കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ ഈ ജനൽ തുറന്നിട്ടില്ലേ എന്ന് പറഞ്ഞാലും ജനൽ ഇവിടെ തുറന്നിടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ജനലൊക്കെ രാത്രി തുറന്നിട്ടിട്ട് കിടന്നുറങ്ങുന്ന ആളുകൾ ജനൽ അടച്ചിടുക. സന്ധ്യ സമയത്ത് ഇപ്പോൾ ഒരു 7 മണി സമയത്താണ് ഇവിടെ പാമ്പ് ഇപ്പോൾ പെരയുടെ അകത്ത് കയറിയത്. അപ്പോൾ ജനലിൻ്റെ ഒക്കെ താഴെയാണെങ്കിലേ ഇങ്ങനെ മണ്ണിനൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്തതെന്നുള്ളൂ. എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ബൈ.